പ്രൈസ് ദി ലോർഡ്. എല്ലാ സ്നേഹിതർക്കും ഉണർവിനഗ്നി പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുവചനവുമായി നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും അനവധി വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിച്ചതൊക്കെയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കുവാനും ദൈവമിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് അല്പനേരം ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു. പിന്നെ അവർ യാത്ര പോകുകയിൽ അവനൊരു ഗ്രാമത്തിൽ എത്തി. മാർത്തി എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തിയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. കർത്താവ് യാത്ര പോകുമ്പോൾ ഒരു ഗ്രാമത്തിലെത്തി. അവിടെ മാർത്തി എന്നു പേരുള്ള ഒരു സഹോദരി യേശുവിനെ കൈക്കൊണ്ടു. ഇന്ന് അനേകര് തങ്ങളുടെ യാത്രയിൽ അല്ലെങ്കിൽ വീട്ടിൽ ഒരു പക്ഷേങ്കിൽ എവിടെയെങ്കിലും മീറ്റിംഗ് സ്ഥലത്ത് പ്രാർത്ഥനാ സ്ഥലത്തൊക്കെയും ഹൃദയത്തിൽ യേശുവിനെ കൈക്കൊള്ളുന്ന അനുഭവങ്ങളുണ്ട്. യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ നടുവിൽ അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന മാധ്യമങ്ങൾ ഒക്കെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാറുവാനിടയായിത്തീരുന്നു. ഇന്ന് ഈ സ്ത്രീയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മാർത്തി എന്ന് പറയുന്ന ഈ സഹോദരി യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. അവളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അവൾ യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടതിന് ശേഷം യേശുവിനെ വീട്ടിൽ സ്വീകരിച്ചിരുത്തി. അവൾ യേശുവിനും തൻ്റെ കൂടെ വന്നതായ ശിഷ്യന്മാർക്കും ഭക്ഷണം കൊടുക്കേണ്ടതിനായി വളരെയധികം വേഗത്തിൽ അവൾ ആഹാര സാധനങ്ങൾ പാചകം ചെയ്യാൻ തുടങ്ങി. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ സഹോദരിയെ ഒന്ന് നോക്കി. സഹോദരിയെ നോക്കിയപ്പോൾ സഹോദരി തൻ്റെ കൂടെയില്ല. അവളുടെ മനസ്സ് പതറുവാൻ തുടങ്ങി, കലങ്ങുവാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് യേശുവിനോട് പറയുകയാണ്, യേശുവേ, എന്നെ തനിച്ച് വിട്ടിരിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ? എൻ്റെ സഹോദരിയോട് പറ എൻ്റെ കൂടെ ഒന്ന് വരുവാൻ, എന്നെ സഹായിക്കുവാൻ. എന്നാൽ യേശു മാർത്തയോട് പറയുന്നത്, മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിലപിച്ചും മനം കലങ്ങിയും ഇരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരോടും നമ്മൾ പറയും, എൻ്റെ വീട്ടിൽ വരണേ, കുടുംബമായി വരണേ, കുഞ്ഞുങ്ങളുമായി വരണേ എന്നൊക്കെ നമ്മൾ എല്ലാവരും ക്ഷണിക്കാറുണ്ട്. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞ് സൽക്കാരങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. ചിലർക്ക് നമ്മൾ ഒരുക്കി വെക്കുന്ന ഭക്ഷണ രീതികൾ ഇഷ്ടപ്പെടുകയില്ല. ചിലർക്ക് നമ്മളുടെ വീടിൻ്റെ സൗകര്യങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. പലവിധമാകുന്ന പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുമ്പോൾ നമുക്ക് പ്രയാസം നേരിടേണ്ടതായി വരുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്നത് മാർത്ത വളരെ സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചത്, വീട്ടിലേക്ക് കൈക്കൊണ്ടത്. പക്ഷേ അവൾ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് അവൾ വളരെയധികം കഷ്ടപ്പെടുവാൻ തുടങ്ങി. അവൾ തനിച്ചായിരിക്കുന്നതിലാണ് അവൾക്ക് വിഷമമായത്. ഇന്ന് നാം തനിച്ച് ആയിരിക്കുന്നതിൽ, ജോലി ചെയ്യുന്നതിൽ, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നതിൽ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരത്തിൽ അല്ലെങ്കിൽ മറ്റ് ബാധ്യതകൾ, ഇതിലൊക്കെ തനിച്ചായിരിക്കുന്നു എന്നോർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരാണ് എന്നെ കേൾക്കുന്നവർ പലരും. എന്നാൽ പ്രിയ സ്നേഹിതരെ, നീ തനിച്ചായിരിക്കുന്നതിൽ നീ വിഷമിക്കേണ്ട. യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ, യേശു നിന്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ, യേശു നിന്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ
വാസ്തവമായും നിന്റെ ജീവിതത്തിൽ യേശു അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും, യേശു ഈ മാർത്തയുടെ വീട്ടിൽ വന്നത് അവളുടെ ജീവിതത്തിൽ അവളുടെ മനസ്സ് പതറിയെങ്കിലും പിന്നത്തേതിൽ അത് വലിയ നന്മയ്ക്കിടയായി തീർന്നു. നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ലാസർ എന്ന് പറയുന്ന തന്റെ സഹോദരൻ മരണപ്പെടുന്ന സമയം യേശുവിനെ അവർ വീട്ടിലേക്ക് ക്ഷണിച്ചു. യേശു വന്നില്ല. എന്നാൽ താൻ ദീനമായി കിടന്നു. യേശു വന്നില്ല, മരണപ്പെട്ടു, താൻ വന്നില്ല. അതിനുശേഷം 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് തുടങ്ങിയപ്പോഴാണ് യേശു വീണ്ടും ആ ഗ്രാമത്തിലേക്ക് വരുന്നത്. എന്നാൽ യേശു ആ ഗ്രാമത്തിൽ വരുമ്പോൾ മാർത്ത തന്നെയാണ് യേശുവിനെ ആദ്യം വീണ്ടും കൈക്കൊള്ളുന്നത്. മറ്റനേകർ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നിട്ടും, അവളുടെ സഹോദരി മറിയ ഉണ്ടായിരുന്നിട്ടും, മാർത്ത തന്നെയാണ് വീണ്ടും യേശുവിനെ കൈക്കൊള്ളുന്നത്. പ്രിയ സ്നേഹിതരെ, ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടിയതുകൊണ്ടോ ബൈബിൾ വായിച്ചതുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ വരികയില്ല എന്ന് ബൈബിൾ ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നിരിക്കാം, ഒരുപക്ഷെങ്കിൽ കഷ്ടതകൾ വന്നിരിക്കാം, ഒരുപക്ഷെങ്കിൽ രോഗമായിരിക്കാം, അല്ലെങ്കിൽ ചിലർ ഈ മാർത്തയുടെ വീട്ടിലെ പോലെ മരണപ്പെട്ടു പോകുന്ന അനുഭവങ്ങളായിരിക്കാം. എങ്കിലും ദൈവം നമ്മെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. കർത്താവ് നമ്മൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. കാരണം നമുക്ക് ഈ വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, മാർത്ത യേശുവിനെ വീണ്ടും കൈക്കൊള്ളുമ്പോൾ അവളുടെ ഹൃദയത്തിനകത്ത് വലിയൊരു പ്രത്യാശ നിറഞ്ഞിരുന്നു. അവൾ ഇങ്ങനെയാണ് പറയുന്നത്, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് അപേക്ഷിച്ചാൽ എനിക്കറിയാം എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവൾ പൂർണ്ണമായി യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് അവൾ യേശുവിൻ്റെ അരികിൽ പ്രത്യാശയോടെ കടന്നു വന്ന് വീണ്ടും യേശുവിനെ അവളുടെ വീട്ടിലേക്ക് അവൾ ക്ഷണിക്കുവാനിടയായി തീർന്നു. പ്രിയ സ്നേഹിതരെ, അത് നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒരിക്കൽ വന്നതായ ബുദ്ധിമുട്ടുകളോ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ താഴ്ത്തിക്കളയുന്നതല്ല. ഒരിക്കലും നമ്മളെ ദൈവം തള്ളിക്കളയുകയല്ല. യേശുവിലേക്ക് പിന്നെയും നമ്മളെ നടത്തുവാൻ, യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ മതിയായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും, അതിശയങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും. കാരണം മാർത്തയുടെ ഭവനം ഇന്ന് മരണ വീടായിരിക്കുമ്പോൾ യേശു ആ വീട്ടിലേക്ക് രണ്ടാമത് കടന്നു വന്നപ്പോൾ ആ വീട് ഇനി മരണ വീടല്ല, അത് വലിയൊരു വിരുന്ന് വീടായി മാറി. അതേ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം അത് 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, യേശു ഒരു വിരുന്ന് അതേ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ അതേ വിരുന്നിനായി ക്ഷണിക്കപ്പെടുവാനിടയായി തീർന്നു. യേശു ആ വിരുന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതേ മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കുന്നു. അത് കഴിഞ്ഞ നാളുകളിൽ യേശുവിനെ ശുശ്രൂഷിച്ചത് അവളുടെ ജീവിതത്തിൽ ചില ഭാരങ്ങൾ, ചില വേദനകൾ ആ കുടുംബത്തിനകത്ത് കടന്നു വന്നെങ്കിലും വീണ്ടും യേശു ആ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ യേശുവിനെ അവൾ കൈക്കൊണ്ടതുകൊണ്ട് യേശു അവളുടെ വീടിനെ മരണ വീടെന്നുള്ളത് മാറ്റി വിരുന്നു വീടാക്കി മാറ്റുക മാത്രമല്ല, യേശുവിനെ അവൾ പിന്നെയും ശുശ്രൂഷിക്കുവാനായി നല്ല ഉറപ്പോടെ ധൈര്യത്തോടെ അവൾ യേശുവിൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ സ്നേഹിതരെ, ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത് നൽകി തരുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടുത്തുവാൻ, കർത്താവിന് വേണ്ടി നാം നമ്മുടെ ജീവിതം അത് ഒഴിഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ വാസ്തവമായി ദൈവം നമ്മുടെ ഭവനത്തിന്റെ സ്ഥിതി മാറ്റുവാൻ, അത് ഒരു പക്ഷെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിന്റെ ഭവനത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന നിരാശകളോ ദുഃഖങ്ങളോ ഭാരങ്ങളോ അതേ ഒരു പക്ഷെങ്കിൽ മരണത്തിന്റെ വെല്ലുവിളികൾ നിന്റെ കാതിൽ മുഴങ്ങുന്നുണ്ടായിരിക്കാം. പക്ഷെ യേശു പറയുന്നു, ഇല്ല, നിന്റെ വീട് അങ്ങനെ ഒരു വീടായി മാറുകയില്ല. യേശു നിന്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ നിന്റെ വീടിനെ മരണ വീടെന്നുള്ളത് മാറ്റി യേശു അതിനെ വിരുന്നു വീടാക്കി മാറ്റുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതേ തിരുവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രിയ സ്നേഹിതരെ, നാം ജനിക്കുന്നതിന് മുൻപേ നമ്മുടെ രൂപവും നമ്മുടെ ഭാവവും നമ്മുടെ പ്രകൃതിയും
നമ്മുടെ പേരും എല്ലാം അറിയുന്ന ദൈവം. നാം ഒരു പക്ഷേങ്കിൽ ആരും കാണാതായിരിക്കും ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. ഒരു പക്ഷേങ്കിൽ പ്രാർത്ഥനാ സഹായത്തിനായി വിളിക്കുന്നത് ആരും അറിയാതായിരിക്കും വിളിക്കുന്നത്. എനിക്കറിയാം, എന്നെ ചിലരൊക്കെ വിളിക്കുമ്പോൾ വളരെ പതിയെ സംസാരിക്കുന്നത്. കാരണം വീട്ടിലുള്ള ആരും അറിയരുത്, ആരും അറിയാതായിരിക്കും ചിലർ വിളിക്കുന്നത്. ചിലരൊക്കെ ചില ഓഫീസുകളിൽ നിന്ന് തന്നെ വിളിക്കാറുണ്ട്. അവരൊക്കെ വളരെ പതിയാണ് സംസാരിക്കുന്നത്. എനിക്കപ്പോൾ തന്നെ അറിയാം. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ആയിരിക്കുന്നതെന്ന്. കാരണം ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതേപോലെ ആ സക്കായി ഇങ്ങനെ ആരും അറിയാതെ, ആരും എന്നെ കാണരുത്. കാരണം താൻ ജനത്തിലൊരു പ്രമാണിയാണ്. ജനത്തിന്റെ ആ ദേശത്തിലെ സകല ജനത്തിന്റെ ചുങ്കം പിരിക്കുന്നതായ ചുങ്കം പിരിവുകാരനാണ് താൻ. എന്നാൽ തനിക്ക് തൻ്റെതായ നിലയും തൻ്റെതായ ആ ബഹുമാനവും വിട്ടു പോകാതെ ജനത്തിന്റെ മുൻപിൽ താൻ പ്രത്യക്ഷനാകാതെ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന അനേകരിങ്ങനെയല്ലയോ? ജനത്തിന്റെ ഇടയിൽ ഞങ്ങൾക്കൊരു പേരുണ്ട്, ഒരു സ്ഥാനമുണ്ട്, ഒരു ബഹുമാനമുണ്ട്, അതൊന്നും പോകരുത് എന്ന് ചിലരൊക്കെ കരുതുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് പ്രാർത്ഥന വേണം, ഞങ്ങൾക്ക് യേശുവിൻ്റെ സാന്നിധ്യം വേണം, ഇതൊക്കെ കരുതുന്നവരുണ്ട്. ചിലരാണെങ്കിൽ ഒളിച്ചും പാത്തുമാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. ചിലരൊക്കെ ആണെങ്കിൽ വീട്ടിൽ ബൈബിൾ വായിക്കുന്നത് ആരും അറിയാതെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ്. കാരണം ആരും കാണരുത്, ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ തിരുസന്നിധിയിൽ ഈ സക്കായി വളരെയധികം ഒരു പക്ഷേങ്കിൽ ഭയപ്പെട്ട് കാണും. ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്. കാരണം തന്നെ അറിയുന്ന ജനമാണ് യേശുവിൻ്റെ അരികിൽ നിൽക്കുന്ന ഈ പുരുഷാരം. ആ പുരുഷാരത്തിന്റെ മുൻപിൽ താൻ ഒരു മരത്തിൽ കയറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയോ തനിക്ക് അതൊരു ലജ്ജാകരമായ സംഭവമായിരിക്കാം ഒരു പക്ഷേങ്കിൽ. എന്നാൽ സക്കായിയെ സംബന്ധിച്ചിടത്തോളം താൻ ആഗ്രഹിച്ചത് യേശു എങ്ങനെയുള്ളവൻ എന്നൊന്ന് കാണുവാനാണ്, എന്നൊന്ന് അറിയുവാനാണ്. ഇന്ന് യേശു എങ്ങനെയുള്ളവൻ എന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവ് ഇന്ന് നിന്റെ വീട്ടിൽ വരുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം യേശു മാലോട്ട് നോക്കി ഇങ്ങനെയാണ് സക്കായിയോട് പറഞ്ഞത്, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അപ്പോൾ സക്കായി ആ കാട്ടത്തിയിൽ നിന്ന് വേഗം ഇറങ്ങി വരികയാ, വളരെ ബന്ധപ്പെട്ട് ഇറങ്ങി വരികയാണ്. താൻ ഇറങ്ങി വന്നുടനെ യേശുവിൻ്റെ അരികിൽ സക്കായി പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി മടക്കി കൊടുത്തുകൊള്ളാം. കർത്താവ് ഇതുവെല്ലാം പറഞ്ഞോ സക്കായിയോടെ? സക്കായിയെ, നീ പാപിയാണ്, നീ ചതിയനാണ്, നീ അധികമായി ചുങ്കം പിരിച്ചിട്ടുണ്ട്, ഇതൊന്നും കർത്താവ് പറഞ്ഞില്ല. പക്ഷേ കർത്താവിന്റെ അരികിലേക്ക് സക്കായി വന്നപ്പോൾ സക്കായി ആദ്യം കർത്താവിനോട് പറയുന്നത് എന്നാണെന്നറിയോ? കർത്താവേ, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വചനം പഠിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, ഒരുത്തന്റെ ഒരു കാളയെയോ ഒരാടിനെയോ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി അതിനെ അറക്കുകയോ വിൽക്കുകയോ ചെയ്താൽ ഒരു കാളയ്ക്ക് പകരം 5 കാളയെയും ഒരു ആടിന് പകരം 4 ആടിനെയും പകരം കൊടുക്കണം, മടക്കി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ വചനത്തിന്റെ നിയമങ്ങളും പ്രമാണങ്ങളും എല്ലാം സക്കായിയുടെ ഉള്ളിലുണ്ട്. ഇതൊക്കെ സക്കായി ചെയ്തപ്പോഴും ഈ പ്രമാണമെല്ലാം സക്കായിക്ക് അറിയാമായിരുന്നു. പക്ഷേ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം സക്കായിക്ക് വന്നില്ല. പല പ്രമാണിമാരും സക്കായിയുടെ വീട്ടിൽ വന്നിരിക്കാം, പല ഉന്നതരും സക്കായിയുടെ വീട്ടിൽ വന്നിരിക്കാം. പക്ഷേ സക്കായിയെ പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ യേശു സക്കായിയുടെ അരികിലേക്ക് വന്നപ്പോൾ സക്കായിയുടെ ഹൃദയത്തിനകത്ത് പാപബോധം ഉളവായി. സക്കായി പറയുകയാണ്, കർത്താവേ, ഞാൻ വല്ലതും
വല്ലവരോടും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ വീട്ടില് വല്ലതും ചതിവായി വന്നിട്ടുണ്ടോ? നിന്റെ കയ്യില് വല്ലതും ചതിവായി നീ വാങ്ങിയിട്ടുണ്ടോ? നിന്റെ ബാങ്കില് വല്ലതും ചതിവായിട്ടുള്ളത് നീ കരുതി വെച്ചിട്ടുണ്ടോ? അതെ, നിന്റെ സമ്പത്തില് വല്ലതും ചതിവായിട്ടുണ്ടോ? അതൊക്കെയും മടക്കി കൊടുക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ അതിൻ്റെയൊക്കെയും അതേ ശാപം നിന്റെ ഭവനത്തെ വിട്ട് ഒരിക്കലും മാറുകയില്ല. ഇന്ന് പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുമ്പോൾ അതിനെ ജയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പാപം നമ്മുടെ വീട്ടിലുള്ളപ്പോൾ അത് നാം ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കുകയില്ല, നന്മ പ്രാപിക്കുകയില്ല, ഉയർച്ച പ്രാപിക്കുകയില്ല. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ സക്കായിയെ പോലെ ഒരു തീരുമാനമെടുക്കാം. യേശുവേ, നീ എൻ്റെ ഒരിക്കൽ വന്നാൽ അതെ എൻ്റെ സ്ഥിതി മാറുകയാണ്. സക്കായി തൻ്റെ ഹൃദയത്തിനകത്തൊരു തീരുമാനമെടുത്തപ്പോൾ യേശു സക്കായിയുടെ വീട്ടിലേക്ക് ചെന്നു. കൂടി നിൽക്കുന്ന ജനമെല്ലാം പറയുക, പാപിയായ മനുഷ്യന്റെ കൂടെ ഈ പ്രവാചകൻ, ഈ മശിഹ അല്ലെങ്കിൽ ഈ ഗുരു താമസിക്കാൻ പോയിരിക്കുന്നു. ചുങ്കക്കാരനും പാപിയുമായ സക്കായിയുടെ വീട്ടിലാണോ പോയിരിക്കുന്നത് യേശു? യേശുവിന് വേറെ വീടൊന്നും കണ്ടില്ലയോ പോകാൻ? അപ്പോൾ യേശു പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? ജനം മാറി നിന്ന് സക്കായിയെ പാപി എന്ന് വിധിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ യേശു പറയുന്നത്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, അബ്രഹാമിന്റെ മകനാകുന്ന സക്കായിയെ തേടിയാണ് യേശു വന്നത്. അതെ, സക്കായിയുടെ വീട്ടിലേക്ക് യേശു വന്നത്. ഇവൻ പാപി എന്നുള്ള പേര് ആ സമൂഹം, ആ ദേശം അവനെ മുദ്ര കുത്തിയിരിക്കുമ്പോൾ ആ പേര് മാറ്റി ഇവനെ അബ്രഹാമിന്റെ മകനാക്കി തീർക്കുവാൻ യേശുവിന് പദ്ധതി ഉണ്ടായിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കൈക്കൊണ്ടാൽ, നിന്റെ വീട്ടിൽ യേശുവിനെ കൈക്കൊണ്ടാൽ, യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. വാസ്തവമായി യേശുവിന്റെ അത്ഭുത പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഒരിക്കൽ പൗലോസും ശീലാസും സുവിശേഷം പ്രസംഗിച്ചും കൊണ്ട് ഫിലിപ്പിയിലേക്ക് കടന്നുപോയി. അവിടെ പുഴവക്കത്ത് കൂടിയിരുന്ന സ്ത്രീകളോട് സുവിശേഷം പ്രസംഗിച്ചു. പൗലോസിന്റെ പ്രസംഗം കേൾക്കുവാനായി അനേക സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു സഹോദരിയെ കുറിച്ച് ദൈവവചനം എടുത്തു പറയുന്നു. തുയഥര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുധിയായുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. അവൾ വചനം കേൾക്കുവാനായി കർത്താവുടെ ഹൃദയത്തെ തുറന്നു. കർത്താവുടെ ഹൃദയത്തെ തുറന്നപ്പോൾ അവൾ വചനം കൈക്കൊണ്ടു. യേശുവിനെ അവളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു. യേശുവിനെ അവളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവളും അവളുടെ കുടുംബവും സ്നാനമേറ്റു കഴിഞ്ഞ് അവൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ കർത്താവിൽ നിങ്ങൾ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ. അതെ, കർത്താവിൽ അവളെ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ അവളുടെ വീട്ടിൽ വന്ന് പാർപ്പിൻ. പ്രിയ സ്നേഹിതരെ, കർത്താവ് നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനം നാം കൊടുക്കുമ്പോൾ, കർത്താവിന്റെ കൽപ്പന നാം അനുസരിക്കുമ്പോൾ, അതെ, കർത്താവിന്റെ ശിഷ്യന്മാരെ നാം നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൾ വീടടക്കം ആനന്ദിച്ചു. അവളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നത് സമ്പത്ത് അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവൾ നല്ലൊരു വ്യാപാരിയായിരുന്നു. രക്താംബരം വിൽക്കുന്നവളാ, വലിയ അതെ വ്യാപാരി ആയതുകൊണ്ട് അവളുടെ ധാരാളം പണമുണ്ട്. പക്ഷേ അവൾക്കില്ലാഞ്ഞ ഒരു കാര്യമാണ് സമാധാനവും സന്തോഷവും. എന്നാൽ യേശുവിനെ അവളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ, അവളുടെ വീട്ടിൽ കൈക്കൊണ്ടപ്പോൾ, കർത്താവിന്റെ ശിഷ്യന്മാരെ അവളുടെ വീട്ടിലേക്ക് സ്വീകരിച്ചപ്പോൾ അവൾ വീടടക്കം ആനന്ദിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഒരു പക്ഷെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിരിക്കാം, നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, ദേശത്ത് ഒരു മാന്യത ഉണ്ടായിരിക്കാം. പക്ഷേ നിന്റെ വീട്ടിനകത്ത് സമാധാനമില്ലായിരിക്കാം, സന്തോഷമില്ലായിരിക്കാം, സ്വസ്ഥതയില്ലായിരിക്കാം, ഒരു രാത്രി പോലും നന്നായി കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ലായിരിക്കാം.
പലവിധമാകുന്ന പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇന്ന് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, നീ കർത്താവിനെ നിന്റെ ഭവനത്തിൽ സ്വീകരിച്ചാൽ, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് നിന്റെ വീട്ടിനകത്തേക്ക് നീ അതേ സ്വാഗതം അരുളിയാൽ, നിന്റെ കുടുംബത്തിനകത്ത് ഇല്ലാത്ത ആനന്ദവും സന്തോഷവും നൽകി തരുവാൻ കർത്താവ് ശക്തനായ ദൈവമാണ്. അതെ, കാരാഗ്രഹ പ്രമാണിയായ ആ മനുഷ്യനോട് നമുക്ക് ചോദിക്കാം, കാരാഗ്രഹ പ്രമാണിയല്ലയോ, നല്ലൊരു ജോലി ഉണ്ടല്ലോ, ശമ്പളമുണ്ടല്ലോ, നല്ലൊരു സ്ഥാനമുണ്ടല്ലോ, എന്തേ വീട്ടിനകത്ത് സന്തോഷമുണ്ടോ? കാരാഗ്രഹ പ്രമാണി ഇത് തന്നെ പറയും, എനിക്കും ഒരു സന്തോഷവുമില്ല. നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ദേശത്ത് നല്ലൊരു മാന്യതയുണ്ട്, കാര്യമൊക്കെ ശരിയാ, പക്ഷെ എനിക്കൊരു സന്തോഷമില്ല. എന്നാൽ പൗലോസ് ശീലാസും കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ കിടക്കുമ്പോൾ അർദ്ധരാത്രിക്ക് പൗലോസിന്റെ ശീലാസിന്റെയും ബന്ധനങ്ങൾ അഴിഞ്ഞ് അവർ ദൈവസന്നിധിയിൽ പാടി ആരാധിച്ചപ്പോൾ, കാരാഗ്രഹത്തിലുള്ള സകല തടവുകാരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണപ്പോൾ, കാരാഗ്രഹ പ്രമാണി സ്വയം മരിക്കുവാൻ ഒരുങ്ങുമ്പോൾ പൗലോസ് പറയുന്നത്, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. അതെ, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. കാരാഗ്രഹ പ്രമാണിയെ, നീ എന്തിനാണ് മരിക്കാൻ ഒരുങ്ങുന്നത്? നിനക്ക് നല്ലൊരു ജോലിയില്ലയോ? നല്ല ശമ്പളമില്ലയോ? ദേശത്ത് നല്ലൊരു സ്ഥാനമില്ലയോ? സമൂഹത്തിൽ നീ ഉന്നത സ്ഥാനത്തല്ലയോ നിൽക്കുന്നത്? പക്ഷേ കാരാഗ്രഹ പ്രമാണി പറയുന്നു, യേശു എൻ്റെ ഭവനത്തിൽ ഇല്ലാത്തിടത്തോളം എനിക്കൊരു സന്തോഷവുമില്ല. അതെ, ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, പൗലോസേ അല്ലെങ്കിൽ യജമാനന്മാരെ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ രാത്രിയിൽ തന്നെ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റു, വീടടക്കം ആനന്ദിച്ചു. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ, കർത്താവിന്റെ ശിഷ്യന്മാരെ വീട്ടിലേക്ക് കൈക്കൊണ്ടപ്പോൾ വീടടക്കം ഒരു ആനന്ദമുണ്ടായി. മരണഭയം മാറി, ജീവിതത്തിലെ എല്ലാ നിന്ദകളും മാറി. അത് ജീവിതത്തിൽ ഒരാനന്ദത്തിന്റെ അനുഭവം ഉണ്ടായി. ഇതുവരെ ജോലി നൽകാത്ത ഒരു സന്തോഷം, ഇതുവരെ ശമ്പളം കൊടുക്കാത്ത ഒരു സമാധാനം, ഇതുവരെ സമൂഹം കൊടുക്കാത്ത ഒരു സന്തോഷം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായത് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചതുകൊണ്ടാണ്, യേശുവിൻ്റെ ശിഷ്യന്മാരെ വീട്ടിലേക്ക് കൈക്കൊണ്ടതുകൊണ്ടാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവ് നമ്മളോട് പറയുന്നത്, ഇന്ന് നാം കർത്താവിനെ സ്വീകരിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം നാം കൈക്കൊള്ളുന്നുവെങ്കിൽ, വാസ്തവമായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും. ഇന്ന് പ്രിയ സ്നേഹിതരെ, ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്, മാർത്തയെ പോലെ നീ യേശുവിനെ വീട്ടിൽ കൈക്കൊള്ളുന്നുവോ? സക്കായിയെ പോലെ യേശുവിനെ കാണുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഈ കാരാഗ്രഹ പ്രമാണിയെ പോലെ, ഈ ലുധിയായെ പോലെ യേശുവിനായി നിന്റെ ഹൃദയം കൊടുക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ വാസ്തവമായി യേശു നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജോലി മണ്ഡലത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീരും. ഇന്ന് ഈ സമയം ഈ ദൈവവചനത്തിന്റെ മുൻപാകെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളെ തന്നെ ഒരു പ്രാവശ്യം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതെ, നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന പകൽക്കാലമാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഈ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതർ വിവിധ നിലവാരങ്ങളിലായിരിക്കുന്നല്ല കർത്താവേ. കിടക്കയിലായിരിക്കുന്നവർ, വീടിന് പുറത്തു പോകുവാൻ കഴിയാത്തവർ, ജോലി മണ്ഡലങ്ങളിലായിരിക്കുന്നവർ, വിവിധ സമൂഹത്തിന്റെ നിലവാരങ്ങളിൽ ആയിരിക്കുന്നവർ, എല്ലാ സ്നേഹിതരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കുമറങ്ങണമേ. ഒരു ഹൃദയങ്ങൾ തുറന്ന് യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുവാൻ, കർത്താവിനെ ഭവനത്തിൽ സ്വീകരിക്കുവാൻ, കർത്താവിന്റെ വേല ചെയ്യുന്ന അങ്ങയുടെ ശിഷ്യന്മാരെ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാൻ തക്കണം, കർത്താവിന് വേണ്ടി ആമേൻ ശുശ്രൂഷ ചെയ്യുവാൻ ഈ ജനത്തെ കർത്താവ് ഒരുക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭയം കൂടാതെ, അറിവ് കൂടാതെ വാസ്തവമായി കർത്താവിനെ സേവിക്കുവാൻ തൻ്റെ ജനത്തെ കർത്താവ് ഒരുക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരുടെ ജീവിതത്തിൽ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ അത്ഭുത വിടുതൽ കർത്താവ് അവർക്ക് നൽകുമാറാകണമേ. കിടക്കയിലായിരിക്കുന്നവർ, തളർവാദ രോഗത്തിലായിരിക്കുന്നവർ, അവരുടെ ഞാടി ഞരമ്പുകളെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. അസ്ഥികളെ ബലപ്പെടുത്തുമാറാകണമേ. അവരുടെ ചിന്താ മണ്ഡലങ്ങളെ കർത്താവ് ഉണർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നവർ, കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ കുറിച്ച് ഭാരപ്പെടുന്നവർ, കർത്താവരുടെ തലമുറകളുടെ വിവാഹം എത്രയും വേഗത്തിൽ നടക്കുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ. കടഭാരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ, അവരുടെ കടഭാരങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ. ഇന്ന് പൽക്കാലം യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ, യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ഈ സമയം തന്നെ തന്റെ ജനത്തിൽ വ്യാപരിക്കുമാറാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ, അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ചില ഭവനങ്ങളുടെ പണികൾ ഇന്ന് പൽക്കാലം യേശുവേ അങ്ങയുടെ നാമത്തിൽ അത് തടഞ്ഞു കിടക്കുന്നതൊക്കെ മാറി യേശുവിന്റെ നാമത്തിൽ അത് പുനരുദ്ധരിക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്വർഗം അത്ഭുതം പ്രവർത്തിച്ചാട്ടെ. വലിയ ദൈവപ്രവൃത്തി കാണുവാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ പ്രോഗ്രാം ഞങ്ങൾക്കായി സ്പോൺസർ ചെയ്ത പ്രിയ കോശി തങ്കച്ചൻ ദേവദാസനെയും തൻ്റെ കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ ദേവദാസൻ ശാരീരികമായി സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നല്ലോ, കർത്താവ് അത്ഭുത വിടുതലും സൗഖ്യം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ തലമുറകളെ സ്വർഗം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ സകലവിധമാകുന്ന അനുഗ്രഹങ്ങളും ആത്മീക നന്മകളാലും ആ പ്രിയപ്പെട്ടവരെ കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ചിരിക്കാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും അടുത്ത ആഴ്ചയിൽ ഇതേ സമയം നമുക്ക് ഈ പ്രോഗ്രാം കാണാം. അതുവരെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഞങ്ങളെയും ഓർക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിളിച്ചറിയിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെയും നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം കാണുന്നത് വരെയും കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.